ചെറുപ്പം മുതൽ മലയാളം മീഡിയത്തിൽ പഠിച്ചു വളർന്ന എറണാകുളം കടുങ്ങല്ലൂർ സ്വദേശി ദേവിക ഇന്ന് യൂറോപ്യൻ ജിയോ സയൻസ് യൂണിയന്റെ ജനറൽ അസംബ്ലിയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ ശക്തി തെളിയിച്ച യുവശാസ്ത്രജ്ഞ കുസാറ്റിൽ കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണിപ്പോൾ. ഇന്നും ഈ പുലർകാല സൂര്യകിരണങ്ങളൻ ഇന്ദ്രിയങ്ങൾ തൊട്ടുണർത്തുന്നിതാ, വീണ്ടും ഈ ഇരുളാണ്ട ജീവിത ചിത്രമെൻ വീക്ഷണങ്ങൾക്കിന്നും അണിനിരക്കേ. വേണ്ടിനിയും ഈ നഷ്ട സൗഭാഗ്യങ്ങൾ, വേണ്ടുവോളം വന്ന ദീന ദുഃഖങ്ങളും. EGU ജനറൽ അസംബ്ലിയുടെ ക്ലൈമറ്റ് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ സെഷനിൽ OSPP അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ ഗവേഷകയാണ് ദേവിക. ഓസ്ട്രിയയിൽ നടന്ന സമ്മേളനത്തിൽ അപ്പർ ട്രോപ്പോസ്ഫെറിക് ഹ്യൂമിഡിറ്റി ആൻഡ് ക്ലൗഡ് റേഡിയേറ്റീവ് ഫോഴ്സിംഗ് എ ട്രോപ്പിക്കൽ പെർസ്പെക്റ്റീവ് എന്ന വിഷയത്തിൽ ദേവിക തയ്യാറാക്കിയ പോസ്റ്ററാണ് അംഗീകാരത്തിന് അർഹമായത്. ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പുറത്തു പോയി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് റിസൾട്ടൊന്നും അറിയില്ല. അവിടുത്തെ വാല്യുവേഷന് ശേഷം ഒരു 3 ആഴ്ച ഓൺലൈൻ വാല്യുവേഷനും കൂടി കഴിഞ്ഞിട്ടാണ് റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചെറുപ്പം മുതൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒരേപോലെ താല്പര്യം പ്രകടിപ്പിച്ച് വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായി ദേവിക താണ്ടി. വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മാതൃഭാഷയിലെ പഠനം അവർക്കിത് ഒരു അടിയുറച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഭാഷയൊന്നിനൊരു പ്രശ്നമല്ല. എന്താ പറയണ്ടേ, സന്തോഷം ഓരോ ദിവസം കഴിയും തോറും സന്തോഷം ഇരട്ടിച്ചിരട്ടിച്ച് വരുന്നു. ആദ്യം കേട്ടപ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് പോലെ ആയിപ്പോയി. ഇത്രയും പേര് പങ്കെടുത്ത ഇതിൽ അവാർഡ് കിട്ടുക. ചെറുപ്പകാലം തൊട്ട് തന്നെയും സഹോദരനെയും നക്ഷത്രങ്ങൾ കാട്ടി ശാസ്ത്രത്തിന്റെ വിശാല ലോകം പഠിപ്പിച്ചു തന്നത് അച്ഛനാണെന്ന് ദേവിക. കേരളം നേരിടുന്ന മൺസൂൺ കാല പ്രശ്നങ്ങൾ ദേവികയുടെ പഠനത്തിന്റെ ഭാഗമാണ്. നിലവിൽ കുസാറ്റിലെ ഡോക്ടർ അജിൽ കോട്ടയിൽ, ജർമ്മനിയിലെ ഡോക്ടർ വിജു ഓജോൺ എന്നിവരുടെ കീഴിലാണ് ദേവികയുടെ ഗവേഷണം. കുട്ടിക്കാലം മുതൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ആഗോള വേദികളിൽ തന്നെ നമ്മുടെ ശാസ്ത്രാവബോധത്തിന്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ദേവിക. കാലാവസ്ഥ പഠനത്തിൽ പുത്തൻ കണ്ടെത്തലുകൾ ദേവികയിൽ നിന്നുണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അനുവിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.